നമുക്കൊരു നിമിഷം വന്ന കണ്ണുകൾ അടച്ച് വചനത്തിന് വേണ്ടി നമുക്ക് ഒരുക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവും വായിക്കും ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. പിതാവെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രൻ തമ്പുരാനെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധ ആത്മാവെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് ഈ സൂം ഫാമിലി കൂടി എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങിൽ നിന്ന് കേൾക്കുവാനും ആ കേൾക്കുന്ന വചനത്തെ ഒരു കേൾവിക്കാരായി തീരുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരാകും, ആ വചനത്തിൽ ജീവിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾ അയക്കുന്നതിനായിട്ട് ഞങ്ങളുടെ വചനത്തെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തന്നതിനായിട്ട്, കേൾക്കുവാൻ ചെവികളെ തുറന്നതിനായിട്ട്, ഗ്രഹിക്കുവാൻ ഹൃദയങ്ങളെ തുറന്നു തന്നതിനായിട്ട് ഒരിക്കൽ കൂടെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച കരങ്ങളോട് ഞങ്ങളെ അങ്ങയുടെ വചനത്തിന്റെ മാനവിക സത്യങ്ങളെ തുറന്നു തരുന്നതിനായിട്ട് എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളോട് സമർപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം. ആമേൻ. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന സ്ക്രിപ്ചർ കൊളോസ്യ 1:12-13 ഒന്ന് വായിക്കുമോ സേവ? പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഈ രണ്ടു പിതാവിന് നന്ദി കരയറ്റണം. എന്തിനാ? നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്ത്, ഇംഗ്ലീഷിൽ പറയുന്നത് he has delivered us out of the power of darkness and translated us into the son of his love, the kingdom. അപ്പൊ നമുക്ക് മനസ്സിലാക്കണ്ടേ, ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പുത്രന്റെ സ്നേഹത്തിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്താണെങ്കിലും യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്, യു ആർ ഓഫ് ദ കിങ്ഡം. അപ്പൊ എന്തിനാ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിന് വേണ്ടി ജീവിപ്പിച്ചു വെച്ചിരിക്കുന്നു? പക്ഷെ യു ആർ ദ സെയിം ടൈം യു ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ്. അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവരാജ്യത്തിന്റെ ലേണിംഗ്, കിങ്ഡം ലേണിംഗ് ഈസ് നോട്ട് the way of the world's learning, because ഈ വേൾഡ് നമുക്ക് nothing to offer us concerning the kingdom principles. പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്? So we are here so that we can love people, we can interact with people, and we can be with people. But at the same time, our perception, our sight, our mindset, our language, and our response to be according to the kingdom. ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യരുമായിട്ട് ഇടപെടുവാനും മനുഷ്യരുമായിട്ട് സ്നേഹിക്കുവാനും, അതേസമയം നമ്മുടെ കാഴ്ച, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ റെസ്പോൺസ്, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ്. കാരണം യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പൊ he brought the presence of heaven, he brought the kingdom down. ഭൂമിയിലേക്ക് ദൈവരാജ്യം കൊണ്ടുവന്നു. That means he brought a wisdom from above. ഈ ലോകത്തിന് ആ വിസ്ഡം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. So but you are in this world so that we can use that wisdom to build people, to bring them to the love of God. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. So God took us out of this world. ഈ അന്ധകാരത്തിന്റെ ലോകത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പൊ എന്തിനായി പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ത്രിയേക ദൈവം പറഞ്ഞു, ലെറ്റ് us make man in our likeness and image. നമുക്ക് മനുഷ്യരെ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും നിർമ്മിക്കും. എന്ന് വെച്ചാല് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ബന്ധ ത്രിയേക ദൈവത്തിനകത്തുള്ള സ്നേഹം, ആ ഡിസയറ്, ആ പാഷന്, അവരെങ്ങനെ അന്യോന്യം ഇടപെടുന്നോ, എങ്ങനെ അവർ അന്യോന്യം സ്നേഹിച്ചോ, എങ്ങനെ അവർ അന്യോന്യം ബിഹേവ് ചെയ്തോ, ആ ഒരു നേച്ചറിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുപോകും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സ്നേഹമാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. അതിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ നോക്കിക്കോണം, പിതാവാണ് എന്നെ നിങ്ങളെയും ഈ ലോകരാജ്യത്തു നിന്ന് എടുത്ത് ദൈവരാജ്യത്തിൽ വീണ്ടും ജനിപ്പിച്ചു.
So you are born from God, or you are born again, or born from God. ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ആരെങ്കിലും വന്ന് നിങ്ങളോട് നിങ്ങൾ വീണ്ടും ജനിച്ചാന്ന് പറഞ്ഞു, യെസ്. കാരണം ഈ പഴയ മനുഷ്യനെ യേശുവിന്റെ ക്രൂശ് മരണത്തോട് അതിനകത്ത് ആ മരണത്തോട് സമയപ്പെടുത്തി എന്നെ അതിനകത്ത് ഇട്ട് ആ പഴയ മനുഷ്യനെ, സിൻ നേച്ചറിനെ, എല്ലാ നെഗറ്റീവ് ഉള്ള മനുഷ്യനെയും ദൈവം ക്രൂശിച്ചു, മരിപ്പിച്ചു, അടക്കി. യേശു എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റോ അതുപോലെ എന്നെ നിങ്ങളെ യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് പുറത്തു കൊണ്ടു. അത് പുത്രനിലാക്കിയിരിക്കും. ആ പുത്രനിലാണ് പിതാവായ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ബോൺ ഫ്രം ഗോഡ്, ബോൺ അഗെയിൻ, ബോൺ ഫ്രം എബവ്, വീണ്ടും ജനിപ്പിച്ചു. ഇന്ന് ആ പുതിയ സൃഷ്ടിക്ക് ഒരു വളർച്ചയാണ്. അപ്പൊ ലോകത്ത് തന്നെയാണ്, പക്ഷെ യു ആർ ഇൻ ദ കിങ്ഡം. ലോകത്താകിയിരിക്കുന്നത് എങ്ങനെ? ഈ ദൈവിക സ്നേഹം ഞാൻ റിസീവ് ചെയ്ത് ചുറ്റുപാടുള്ള മനുഷ്യരെ ഞാൻ സ്നേഹിക്കും. കാരണം ദൈവത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഫ്രം ഗോഡ് ടു ദ ജീസസ് ഇൻ യു, ത്രൂ ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഗോസ് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ദെൻ ബാക്ക് ടു ഗോഡ്. ഇതാണ് സൈക്കിൾ. എല്ലാ ദൈവരാജ്യത്തിലെ എല്ലാം അങ്ങനെയാണ്. സ്നേഹം പോലും നമ്മൾ ആദ്യം സ്നേഹിച്ചു ചെന്നതല്ല, പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചു വന്നു. അപ്പൊ പിതാവായ ദൈവം തന്നെ പുത്രൻ, തന്റെ സ്നേഹസ്വരൂപനെ പുത്രന്റെ രാജ്യത്തിലാക്കി. പിതാവ് എങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നോ അതുപോലെ എന്നെ നിങ്ങളെയും സ്നേഹിക്കാൻ വേണ്ടിയാണ് പുത്രനാക്കിയത്. He took us out of this world and put us into the son of his love, the kingdom. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ നിങ്ങളെയും സ്നേഹിക്കും. അതാണ് ആദ്യ സ്നേഹം. അതിലേക്കാണ്. അപ്പൊ ഞാൻ ഈ തിരിച്ചറിഞ്ഞിട്ട് വന്ന് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എപ്പോഴും അതാണ്. ഈ സ്നേഹം ഞാൻ സ്വീകരിക്കണം. ഈ സ്നേഹം സ്വീകരിച്ച് ഈ സ്നേഹത്തിൽ ഞാൻ നിറഞ്ഞ് ഇത് എന്നിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക്, എന്റെ ചുറ്റുപാടുള്ള മനുഷ്യരിലേക്ക് പോകും. അതിനാണ് നമ്മളെ ലോകത്താക്കിയിരിക്കുന്നത്. ഇപ്പൊ ലോകത്തായിരിക്കുകയാണ്, പക്ഷെ യു ആർ ഇൻ ദ കിങ്ഡം. അപ്പൊ ഈ സ്നേഹിക്കാൻ മനുഷ്യരുമായിട്ട് ഇടപെടാൻ വേണ്ടി ലോകത്ത് വെച്ചേക്കുന്നു. അതേസമയം ലോകത്തിൽ നിന്നുള്ള ചിന്തയല്ല, ലോകത്തിൽ നിന്നുള്ള കാഴ്ചയല്ല, ലോകത്തിൽ നിന്നുള്ള സംസാരമല്ല, ലോകത്തിൽ നിന്നുള്ള പ്രതികരണമല്ല, ഇതെല്ലാം ദൈവരാജ്യത്തിലാണ്. So you are in the world, but not of it, but you are in the kingdom. അപ്പൊ ഈ സ്നേഹിക്കാൻ വേണ്ടി ആദ്യ സ്നേഹത്തെ, അപ്പൊ ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും എന്നിൽ നിങ്ങൾ ഉളവായതല്ല. God initiated and is our response to it. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ. കാരണം രക്ഷ പോലും ദൈവത്തിന്റെ ദാനം. So the way you come into the kingdom is the way that salvation is sustained. എല്ലാം ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവരാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും പിതാവിൽ നിന്നുള്ള ദാനമാണ്. എല്ലാം സ്നേഹമായിക്കോട്ടെ, അനോയിറ്റിംഗ് ആയിക്കോട്ടെ, ബ്ലെസ്സിങ് ആയിക്കോട്ടെ, ദൈവത്തിന്റെ നേച്ചറിനെ കുറിച്ച് അറിയാം, ദൈവത്തുമായിട്ട് നടത്തിപ്പരണം, ഇതെല്ലാം ദാനമായിട്ട് വേണം സ്വീകരിക്കാൻ. കാരണം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നിനും നിലനിൽപ്പില്ല. ആ ഒരു പ്രിൻസിപ്പിൾ വേണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി. So God is always there with a gift of himself. ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവം തന്നെ വെളിപ്പെടുത്തി തരും, ഒരു ദാനമായിട്ട്. ദൈവത്തിന്റെ നേച്ചറിനെ എനിക്ക് തരും. അതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ വിവിധ സാഹചര്യങ്ങൾ കൂടെ നമ്മൾ പോകേണ്ടി വരും. എന്താ, ഓരോ സാഹചര്യങ്ങളും എന്നെ ദൈവത്തിന്റെ ഒരു നേച്ചറിലേക്ക് കാണിക്കാൻ ഒരു ഉപാധിയാണ്. അല്ലാതെ ഈ സാഹചര്യങ്ങൾ ഒരിക്കലും എന്നെ തകർക്കാനോ തളർത്താനോ അല്ല. തകർക്കാനും തളർത്താനും വരുന്ന സാഹചര്യം, അതേ സാഹചര്യം ദൈവം എടുത്ത് ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. അപ്പൊ കിങ്ഡം ലേണിംഗ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നത്, ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ യു ക്യാൻ ഓൺലി ലേൺ ഫ്രോം എ പ്ലേസ് ഓഫ് റെസ്റ്റ്. ഒരു സ്വസ്ഥതയിൽ നിന്ന് എനിക്ക് നിങ്ങൾ പഠിക്കാം, നോട്ട് ഫ്രോം എ പ്ലേസ് ഓഫ് സ്ട്രെസ്. അതുകൊണ്ടാണ് പുത്രന്റെ രാജ്യത്താക്കി, പുത്രനാക്കി വെക്കുമ്പോൾ ദൈവത്തിന്റെ യേശു, ഈ ആത്മാവിന്റെ ഫലം നമുക്കറിയാം. ഇതെല്ലാം യേശുവിൽ ഫലമല്ല, ഇതെല്ലാം യേശു ആണ്. He is love, he is joy, he is rest, he is peaceful, he is obedient, he is faithful, self-control. ഇതെല്ലാം യേശു ആണ്. ആ യേശുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പൊ ഇന്ന് യേശുവിലായ ഞാന്, യേശുവാണ് മുന്തിരി പള്ളിയിലെ കൊമ്പുകളായിരിക്കുന്ന ഞാന്, എന്നിലൂടെ ഈ യേശുവിന്റെ ഓരോ സംഭവവും ഫലങ്ങളായി പുറത്തു. യേശുവിൽ അത് ഫലമല്ല, യേശു ആണ്. അപ്പൊ എന്നിലൂടെ ഇത് ഫലങ്ങളായി പുറത്തു വരും. അപ്പൊ
ഓരോ ഫലവും പുറത്തു വരണമെങ്കിൽ ദൈവത്തിന്റെ ഓരോ നേച്ചറിനെയും ദൈവം വെളിപ്പെടുത്തി. അപ്പോ കിങ്ഡം ലേണിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ വേൾഡ്. അതുകൊണ്ടാണ് എന്നെ നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് സ്ട്രൈവിംഗ് ഇല്ല. ഞാൻ എന്തോ ചെയ്ത് ദൈവത്തെ പ്രസാദിക്കുന്നു. നോ നോ നോ, യു റെസ്റ്റ്. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 11:28 പറയുന്നത്, കം ടു മീ, എന്റെ അടുക്ക് വരിക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കുക, നിങ്ങളുടെ മുഖം എന്റെ മേൽ വെച്ച് എന്നിൽ നിന്ന് പഠിക്ക്, ഞാൻ സ്വസ്ഥതയുള്ളവരും ഞാൻ സൗമ്യനുമാണ്, എന്റെ ഭാരം ലഘുവ. അപ്പൊ നമ്മുടെ ഭാരമേറിയ മുഖം എടുത്ത് ദൈവം യേശുവിന്റെ തോളിലേക്ക് വെച്ചിട്ട് അവന്റെ മൃദുവായ മുഖം എടുത്ത് അവനിൽ നിന്ന് പഠിക്കുക. അതിനുവേണ്ടിയാ പുത്രനെ വെച്ചേക്കുന്നത്. അപ്പോ ദൈവരാജ്യത്തിലായിരിക്കുന്നവരുടെ അടിസ്ഥാനം നമ്മൾ പഠിക്കേണ്ടത്, see, you are already accepted and beloved in Christ. അവിടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പുത്രനാ വെച്ചേ. അപ്പോ പിതാവ് പുത്രനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, എങ്ങനെ സ്നേഹിച്ചോ, അതുപോലെ എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്ക് നിങ്ങൾക്ക് കുറവുകളെ ഉള്ളായിരുന്നു. We have all sinned and fallen short of the glory of God. നമ്മളെല്ലാം പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് മാറിപ്പോയി. അത് പഴയ ആദാമിയ മനുഷ്യന്റെ പരമ്പര ജനിച്ച ഞാൻ നിങ്ങൾ ഇതിനെ ദൈവത്തിന്റെ ക്രൂശമരണത്തിൽ പങ്കാളിയാക്കി. ആ സിൻ നേച്ചറുള്ള പഴയ മനുഷ്യനെ ക്രൂശിച്ചു, മരിപ്പിച്ചു, അടക്കി പുതിയ സൃഷ്ടിയായിട്ട് യേശുവിന്റെ ഒരു പുതിയ ജീവിതം. എഫേസ്യർ 2:1 അതിക്രമത്താലും പാപത്താലും മരിച്ചതാണ് നിങ്ങളെ യേശുവിന്റെ ജീവനായി ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു, സ്വർഗീയ സ്ഥാനത്ത് ഇരുത്തി, മക്കളാക്കി, അവകാശികളാക്കി. അപ്പോ ഇന്ന് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഞാനും നിങ്ങളും അറിയണം, when the Father God sees you, he doesn't see anything wrong in you, he doesn't see sin in you. നിങ്ങൾ ഉണ്ടായിരുന്ന സകല പാപം ഉണ്ടായിരുന്ന പഴയ മനുഷ്യനെ ക്രൂശിച്ചു, മരിപ്പിച്ചു. The death he died for sin once and for all. പാപസംബന്ധമായി 6:10 പാപസംബന്ധമായി അവൻ ഒരിക്കലായി മരിച്ചു. ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചുവെന്നും നിങ്ങൾ യേശുവിൽ ദൈവത്തിൽ ജീവിക്കുന്നു നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. So when the God sees you today, he doesn't see anything wrong in you. He sees what is missing in your relationship with him. നമ്മളും പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എന്താണ് മിസ്സിംഗ് എന്ന് മാത്രമേ പിതാവ് കാണൂ. ആൻഡ് ഹി ഈസ് റിസോഴ്സിങ് ഇറ്റ് ത്രൂ ജീസസ്. അത് നമുക്ക് ദാനമായി തരിക. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ജേക്കബ്സ് വെല്ലിന്റെ അടുത്ത് പോയപ്പോൾ ആ സെമരിയാക്കാരത്തി സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ കർത്താവ് അവളോട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, യഹൂദനായ നീ സമരിയാക്കാരത്തി എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു. യേശു പറയും, ഇഫ് യു ന്യൂ who is asking you and if you know the gift of God, ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിയുന്നുവെങ്കിൽ, ചോദിക്കുന്നത് ആരാ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, God always sets up a situation. Why? He wants to give you a gift of himself. ഓരോ സാഹചര്യം ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. എന്തിനാണെന്നറിയോ? അനുവദിക്കും. എന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ നേച്ചറിന്റെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു അംശം എനിക്ക് നിങ്ങൾക്ക് ദാനമായി തരാൻ. So that you receive it and grow in it. അപ്പൊ ലോകത്തിൽ നിന്നുള്ളൊന്നും ദൈവരാജ്യത്തിന്റെ മഹത്വം കൊണ്ടിരുന്ന ഒന്നും ലോകത്തിൽ നമുക്ക് കിട്ടുന്നില്ല. It's all given as gift. When he sees you, he doesn't see any sin in you. He sees, he is establishing your righteousness in it. നമുക്കൊരു സ്ക്രിപ്ചർ എടുക്കാം. കൊളോഷ്യൻസ് 2:9-10. കൊളോഷ്യൻസ് 2:9-10. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അപ്പോ പിതാവായ ദൈവത്തിന്റെ മഹത്വം എന്തെല്ലാമാണോ അത് മുഴുവൻ യേശുവിൽ ദേഹരൂപമായി വസിക്കും. അത് മാത്രമല്ല, ആ ഫുൾ ദൈവം
ആ ദൈവം ശിരസായ അവരിൽ നമ്മൾ പരിപൂർണരായി തീർന്നിരിക്കുന്നു. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ അവിടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ രക്ഷ ദൈവത്തിൽ പൂർണ്ണമാണ്. പക്ഷെ എനിക്കും നിങ്ങളിലും ഇത് വളരണം. ദൈനംദിന ദിവസവും നമുക്ക് വളർച്ച വേണം. കാരണം ദൈവം ആത്മാവിൽ വന്ന നിങ്ങളുടെ ആത്മാവ്, യുവർ സ്പിരിറ്റ് ഇസ് പെർഫെക്റ്റ്. 24/7, 365 days, your spirit is in the presence of God. And your spirit always will be touched by the kingdom. ലോകത്തിൽ നിന്നുള്ള ഒന്നും ആത്മാവിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ട് വെച്ചു. പക്ഷെ ഇവിടെ വന്നത് എന്റെ ദേഹി, എന്റെ വില്ല്, എന്റെ മൈൻഡ്, എന്റെ ഇമോഷൻസ്, ഫീലിംഗ്, ആ ഏരിയ നമ്മൾ ദേഹി എന്ന് വിളിക്കുന്നത് സോൾ. അവിടാണ് ഇനിയും വളർച്ച വരേണ്ടത്. അവിടാണ് പല മേഖലകൾ ഇപ്പോഴും ദൈവത്തിന്റെ ലോർഡ്ഷിപ്പിന് കീഴെയല്ല. അപ്പൊ അവിടാണ് പൂർണ്ണത വരുത്തേണ്ടത്. അപ്പൊ ദൈവത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് പറയുമ്പോൾ, കാരണം ക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് എന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ വന്ന് ക്രിസ്തു ഈസ് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്. സോ the Holy Spirit is today teaching you to walk in that fullness. ആ നിറവിൽ നടത്തിക്കൊണ്ടിരുവാൻ, ആ നിറവ് എന്താന്ന് കാണിച്ച് ആ നിറവിലേക്ക് നടത്തപ്പെടുക. സോ യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴും യു ആർ മെയ്ഡ് ടു വാക്ക് ഇൻ ദാറ്റ് ഫുൾനെസ്. ഇതൊരു നടത്തം. ആ നടത്തത്തിലാണ് എന്റെ കാഴ്ച മാറണം, എന്റെ ചിന്ത മാറണം, എന്റെ സംസാര രീതി മാറണം, എന്റെ പ്രതികരണവും മാറണം. കാരണം ഇത്രയും നാളും ഞാൻ ലോകത്തിലാണ് ജീവിച്ചത്. ലോകപ്രകാരമുള്ള കാഴ്ച, ലോകപ്രകാരമുള്ള ചിന്ത, ലോകപ്രകാരമുള്ള സംസാരം, ലോകപ്രകാരമുള്ള പ്രതികരണത്തിലാണ് ഞാൻ. ഇതിനകത്തുനിന്ന് എല്ലാം ദൈവം എന്നെ വിടുവിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന് പുത്രന്റെ രാജ്യത്താക്കി. പിതാവ് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ കൂടെയുണ്ട്. ഇതിൽ നമ്മളെ പഠിപ്പിക്കുക, ഈ പൂർണ്ണതയിൽ വളർന്നു വരാൻ നമ്മളെ പഠിപ്പിക്കും. സോ ആ ഒരു ജേർണി നമ്മൾ മനസ്സിലാക്കി. സോ God has got a story and God is in a journey. നമുക്ക് മുന്നമേ പോയി വഴി ഒഴിക്കുക ദൈവം. And now through the circumstances in our life, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ കൂടെ God connects with us, with our story and with our journey, and He's teaching us to become like Him. പുത്രനെ പോലെ അതേ സദൃശത്തിലും സ്വരൂപത്തിലും വരാൻ വേണ്ടി ഒരു പഠിപ്പിയിലായിരുന്നു. So He's not dealing with sin. He's dealing with your righteousness. When righteousness is established, sin will be dealt away with. കാരണം ക്രൂശിലാണ് നടന്നത്. എന്റെ സകല പാപവും അങ്ങോട്ടെടുത്തു. ഡിവൈൻ എക്സ്ചേഞ്ച്, ഹിസ് റൈറ്റ്യസ്നെസ് came into me. അവിടാണ് നമ്മൾ ക്രോസിലേക്ക് വരേണ്ടത്. പാപിയായിരുന്ന എന്നെ ആ പാപ ജഡ ശരീരത്തോടു കൂടി യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാക്കി. ആ ക്രൂശ് മരണത്തിൽ എന്നെ പങ്കാളിയാക്കി. ആ പഴയ മനുഷ്യനെയും ആ സിൻ നേച്ചറിനെയും എല്ലാ നെഗറ്റീവ് ഉണ്ടായിരുന്ന എന്നെ ക്രൂശിച്ച് മരിപ്പിച്ചു, അടക്കി. എന്നിട്ട് എൻറ്റയർലി ആദമീയ ആദ്യ സൃഷ്ടിയിൽ നിന്ന് എൻറ്റയർലി ഒരു പുതിയ സൃഷ്ടിയെ പിതാവായ ദൈവം യേശുവിൽ കൂടെ ഉയർത്തിക്കുന്നു. And He's teaching today. ഈ നീതിബോധത്തിൽ നടക്കാൻ നമ്മളെ പഠിപ്പിക്കുക. He's not dealing with sin. നീതിബോധത്തിൽ നടത്താൻ നമ്മളെ പഠിപ്പിക്കുക. He's teaching you to walk in holiness. അപ്പൊ ദൈവം ഏത് കമാൻഡ്മെന്റും തരുമ്പോഴും, നമുക്കറിയാം മത്തായി 22 28-30 നമുക്കറിയാം. Love your God with all your heart, with all your mind, with all your strength, and love your neighbor as you love yourself. ഒരു കമാൻഡാണ് നമുക്കറിയാം ദൈവം തന്നിട്ടുള്ളത്. കാരണം സകല നിയമങ്ങളും എല്ലാം ദൈവം ക്രോഡീകരിച്ച് ഈ രണ്ടാണ്ടത്തെ കൊണ്ടുവന്നു. വരുമ്പോ അത് ഒന്നാക്കി കൊണ്ടുവന്നു. ലവ് യുവർ നെയ്ബർ. അപ്പൊ ഇത് മനസ്സിലാക്കണം. ദൈവം ഒരു കമാൻഡ്മെന്റ് തരുമ്പോഴും എപ്പോഴും God fulfills that commandment first. അപ്പൊ പിതാവായ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞാനും നിങ്ങളും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. He has to give us a strength. Oh, God first loves us with all His heart, with all His mind, with all His strength. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രതികരണമാണ് we are loving Him with all our mind, heart and strength. So every commandment when God gives, He first fulfills it.
അതുകൊണ്ടാണ് ബി ഹോളി ആസ് ഐ ആം ഹോളി. വിശുദ്ധരായിരിക്കും, ഞാൻ വിശുദ്ധനാകും. അത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് സ്വരത്തിൽ വേണം നിങ്ങൾക്ക്. അപ്പൊ ഭയപ്പെടുത്തുന്ന പിതാവ് എന്നുള്ള പഠിപ്പീര് വെള്ളത്തെടുത്ത് ബി ഹോളി ആസ് ഐ ആം ഹോളി. അത് കേട്ടാ എങ്ങനെ ഇരിക്കും? നമുക്ക് തന്നെ അറിയാം അതൊരു സുഖമില്ലാത്ത കാര്യം അല്ലേ? ദൈവം നമ്മളോട് പറയും ബി ഹോളി ആസ് ഐ ആം ഹോളി. അതേസമയം അത് വേറൊരു സ്വരത്തിൽ നിങ്ങൾ ബി ഹോളി ആസ് ഐ ആം ഹോളി. ദാറ്റ്സ് ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധനാകൊണ്ട് യു ഓൾസോ വാക്ക് ഇൻ. അപ്പൊ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുള്ള ആത്മാവ്. വിശുദ്ധിയുള്ള ആത്മാവ് എന്റെ ഉള്ളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളത്തിൽ വിശുദ്ധി ഇല്ലാതെ എന്നെ കൊണ്ട് വെക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കിയത്. So God first made you holy. കാരണം വിശുദ്ധനകത്താ വെച്ചിരിക്കുന്നു, പുത്രനിലേക്കാ വെച്ചിരിക്കുന്നു. പഴയതിനെ ദൈവം കാണുന്നില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ബീൻ കിൽഡ്. അപ്പൊ ഈ ഒരു ബോധത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ദൈവരാജ്യത്തിലെ ആത്മീയ സത്യം നമുക്ക് പെട്ടെന്ന് തുറന്നു വരും. ദൈവത്തെ നമുക്ക് പിതാവായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് പിതാവായ ദൈവത്തെ പിതാവായിട്ട് കാണാം, അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് ജഡ്ജായിട്ട് വേണമെങ്കിൽ കാണാം. രണ്ടും രണ്ട് റിലേഷൻഷിപ്പ്. നോ, ഈസ് ഓൾവേസ് യുവർ ഫാദർ. അതാ യേശു വന്നപ്പോ നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. കാരണം പഴയ നിയമത്തിൽ ഈ സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ പിതാവായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. അവർ യഹോവേ യാവേ എന്നൊക്കെ അഡ്രസ് ചെയ്തു. സോ ജീസസ് കെയിം ആൻഡ് ബ്രോക്ക് ദാറ്റ്. യേശു വന്ന് ആദ്യമായിട്ട് പിതാവായ ദൈവത്തെ കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട്. ആ പഴയ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദഹിപ്പിക്കുന്ന ദൈവം, കൊന്നൊടുക്കുന്ന ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവമല്ല ഇതൊന്നും ചെയ്തത്. കാരണം പഴയ നിയമ ഭക്തന്മാർ അവർ എഴുതിയപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട് അവരില്ലായിരുന്നു. സോ അവർക്ക് കിട്ടിയ ഭാഗികമായ വെളിപ്പാട് കൊണ്ട് അവർ എഴുതി വെച്ചത്. ഇതിനെ തിരുത്താനാണ് യേശു എന്ന് പറഞ്ഞത്. അപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്റെ ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന സൂം ഫാമിലിയുള്ള മക്കളെ, ഇത് നിങ്ങളുടെ അപ്പനാ. യുവർ ഫാദർ who lives in heaven. ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. ആ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടും, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും ഞാൻ മറക്കത്തില്ല. തുണയായി നിൽക്കുന്ന, കാരണം മറക്കാൻ പറ്റത്തില്ല. വായി നിങ്ങൾക്കുള്ളതല്ല, വിലയ്ക്ക് വാങ്ങിയ എന്നെ നിങ്ങൾ പുത്രന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖേന രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയ എന്നെ നിങ്ങളെ. എന്നിട്ട് പുത്രനകത്തോട്ട് വെച്ചിരിക്കുക. എന്തിനാ? പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ സ്നേഹിക്കാൻ വേണ്ടി എന്നെ നിങ്ങളെ ബന്ധത്തിൽ കൊണ്ടുവരിക. നമ്മളെപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും എപ്പോഴും മനസ്സിലാക്കിക്കോളും, നമ്മളെ മനസ്സിനെ അകന്നു പോകത്തുള്ളൂ. You cannot be separated from Christ because it's a life union. ലൈഫ് യൂണിയനെ ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത ഒരു ബന്ധത്തിലേക്ക് എന്നെ നിങ്ങളെ എത്തിച്ചിരിക്കുക. ഈ തിരിച്ചറിയൽ വരണം. മനസ്സിൽ അകന്നു പോകും. ഏദൻ തോട്ടത്തിൽ അതാ സംഭവിച്ച്. ആദം പാപം ചെയ്തപ്പോഴും അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോഴും ദൈവം അവിടെ ഇറങ്ങി വന്നു. ആദമേ നീ എവിടെ എന്ന് ചോദിച്ചു. So that's a relationship. ആ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് he put you into Christ and Christ in you. ഈ ദൈവരാജ്യത്തിന്റെ ലേണിംഗ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഇസ് ഓൾവേസ് സ്ലോ ലേണിംഗ്. കാരണം എന്തുകൊണ്ടാണ് ഈ സ്ലോ ലേണിംഗ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് റിലേഷണൽ, വ്യക്തിപരമായ ബന്ധമാണ്. അപ്പൊ വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. God does not measure time in the kingdom learning. ടൈം അല്ല ദൈവം നോക്കുന്നത്. God also always looks for the quality. ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും വരിക. കാരണം ഒരാളെ നമുക്ക് ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ I have to know him, I have to talk with him, we have to have repeated conversations so that I have to know him and he has to know you. അതുപോലെ തന്നെ ഈ ദൈവരാജ്യത്തിലെ പഠിപ്പില് സ്ലോ ആണ്. കാരണം എന്നാ, നമുക്ക് ദൈവത്തെ അറിയണം. അത് മാത്രമല്ല, ഈ ദൈവം ആരെന്ന് അറിയുക മാത്രമല്ല, ഞാൻ
ഈ ദൈവത്തിന് ആരാന്ന് അറിയുകയും വേണം, ഈ ദൈവത്തിന് എന്നെയും അറിയണം. He has to know you. And knowing in the Bible എപ്പോഴും പറയുമ്പോൾ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ആദ്യമേ പിതാവ് പറഞ്ഞു, ലെറ്റ് us make man in our image and likeness. ആ തിരിച്ചറിവിലേക്ക് എന്റെ ദൈവമക്കളെ വരണം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെന്റെ ഫാദറാണ്, പിതാവാണ്. സ്വർഗത്തിലെ ദൈവം എന്റെ പിതാവാണ്, എന്നെ പുത്രനാക്കി വെച്ചിരിക്കുന്നു. പുത്രനിൽ നിന്ന് ഞാൻ അകന്നു പോയിരിക്കാൻ എനിക്കൊരു കാര്യസ്ഥനെ കൊടുത്തു. എന്തിന്? ഏത് നിമിഷവും ഏത് സാഹചര്യത്തിന് നടുവിലും പുത്രനിൽ നിന്ന് അകന്നു പോകാതെ ടു അബൈഡ്, ടു റിമെയിൻ, ടു ഡ്വെൽ ഇൻ ദാറ്റ് ഒരു കാര്യസ്ഥനെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം പല സമയത്തും വിവിധ സാഹചര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മുടെ മനസ്സ് അകലുമ്പോഴും പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. No. You are my child. You are my precious child. Remain there. Remain there. So kingdom learning is always slow learning. It's an academic teaching. Why? God writes things into your heart. ഇവിടെ അല്ല, മനസ്സിനകത്തോട്ടല്ല ദൈവം വിടുന്നത്. He writes things in your heart first. ഹൃദയങ്ങളെയാ ദൈവം ശോധന ചെയ്യുന്നത്, ഹൃദയങ്ങളെയാ ദൈവം ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ വന്ന വെളിപ്പാടുകള് എപ്പോഴും മനസ്സിൽ വന്ന് മനസ്സ് രൂപാന്തരപ്പെടുമ്പോഴാണ് നമ്മളെ ആള് മാറുന്നത്, ചേഞ്ച് വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ദൈവത്തിന് ആദ്യമേ വേണേ നമ്മളെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ വേണേ നോക്കാൻ. നോ, ടു ബാഡ് ഫോർ എ ബിഹേവിയർ മോഡിഫിക്കേഷൻ. നമ്മളെ അതിനൊന്നും കൊള്ളത്തേയില്ല. സോ ഹി കിൽഡ് യു. അതുകൊണ്ടാണ് നിങ്ങളെ മരിപ്പിച്ചത്, ക്രൂശിലിട്ട് നിങ്ങളെ മരിപ്പിച്ചത്. സോ ടുഡേ God is not dealing with behavior modification. നിങ്ങളുടെ ബിഹേവിയർ നോക്കിയല്ല നിങ്ങളെ സ്നേഹിച്ചത്, പിന്നെയോ പുത്രൻ ക്രൂശിച്ച് ചെയ്ത പ്രവൃത്തി കാണിച്ചു. അതിന് പുത്രനകത്ത് സ്നേഹസ്വരൂപനെ പുത്രനിലേക്ക് നമ്മളെ വിളിച്ചു. എന്തിന്? As he loves Jesus, he loves you. സ്നേഹിക്കാൻ വേണ്ടി ആദ്യ സ്നേഹത്തിനകത്തേക്ക്. അപ്പൊ ഇന്നത്തെ ഈ ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടേ, ഈ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് റിട്ടേൺ തിരിച്ചു തരണം. നമ്മളെല്ലാവരും അവിടെ ഒരു സ്ട്രഗിളും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ബീൻ മാരീഡ് ഫോർ ദ ലാസ്റ്റ് 45 years. അപ്പോ ആദ്യകാലത്ത് എന്റെ വൈഫിനെ അറിഞ്ഞതുപോലല്ല ഇന്നാൾ ഞാൻ അറിയുന്നത്. Because I have known her and she has known me. So our love has increased. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവരാജ്യത്തിൽ ഓരോ ദിവസം കഴിയുന്നവരും വ്യക്തിപരമായ ബന്ധത്തിൽ വരുന്നവരും ഈ ദൈവം ആരെന്നും ഈ ദൈവം എനിക്ക് എന്റെ പ്രസന്റ് സാഹചര്യത്തിൽ ആരെന്നുള്ള ബോധ്യത്തിലേക്ക് നടത്തിപ്പ പരിശുദ്ധാത്മാവിരിക്കുന്നു. കാരണം അവിടെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. യു ഹാവ് ടു നോ ഹൂ ഗോഡ് ഈസ് ആൻഡ് ഹൂ ഗോഡ് ഈസ് ഫോർ യു. ഈ രണ്ട് തിരിച്ചറിവിലാണ് വരുന്നത്. കാരണം എല്ലാ വിശ്വാസവും അതിനെ ബേസ് ചെയ്തായിരിക്കും. ഹോൾ ബിലീഫ് ഇസ് റൂട്ടഡ് ഇൻ ദീസ്. Who God really is and who God is for you. ഈ ദൈവം യഥാർത്ഥത്തിൽ ആര്? ഈ ദൈവം എനിക്കാൻ ഒരു പേഴ്സണൽ റെവലേഷനാണ്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ എല്ലാം അവരുടെ ഫോളോ മീ എന്ന് പറഞ്ഞ എല്ലാവരെയും കൊണ്ടുവന്നു. സുവിശേഷം 1, 2, 3 അധ്യായങ്ങൾ നമുക്കറിയാം. എല്ലാവരും വിളിച്ചു ഫോളോ മീ. നമുക്കറിയാം 16 അധ്യായം 16 ചാപ്റ്റർ സുവിശേഷം വരുമ്പോഴാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അവിടെ ദൈവം കൊണ്ടിരുന്നത്. അതുവരെ ദേ ബിലോങ്, ദൈവത്തിന്റെ കൂടെ നടന്നു, റിലേഷൻഷിപ്പ് ദൈവം കൊണ്ടുവരിക. എന്നിട്ടാണ് ദൈവം ആ റെവലേഷനിലേക്ക്. അപ്പൊ ദൈവം അവരോട് ചോദിക്കും, ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പൊ നമുക്കറിയാം കുറെ ഒപ്പീനിയൻ കിട്ടി. ഇന്നും ലോകത്തുള്ളവര് ഈ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ല. കാരണം നമ്മളെല്ലാം പ്രസംഗിക്കുന്ന പല യേശുവിനെ കുറിച്ചാണ്. ദഹിപ്പിക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. അതായത് സ്വീറ്റ് വാട്ടർ ഓർ ബിറ്റർ വാട്ടർ ബോത്ത് cannot come from the same fountain. ഒരേ ഉറവയിൽ നിന്ന് ബിറ്റർ വാട്ടർ വരാനൊക്കത്തില്ല, സ്വീറ്റ് വാട്ടർ വരാനൊക്കത്തില്ല. കാരണം എന്നാ? ഈ വെളിപ്പാട് നമുക്കില്ല. അവർ പല ഒപ്പീനിയൻ. ചിലർ പറയുന്നത് നീ മോസസ് ആണ്, ചിലർ നീ ജെറമിയാണെന്ന് പറഞ്ഞു, ചിലർ നീ മരിച്ചുപോയ യോഹന്നാൻ സ്നാപകനാന്ന് പറയുന്നു, എലിജാവാന്ന് പറയുന്നു. പല ഒപ്പീനിയൻ കിട്ടി. ചിലർ നീ തച്ചന്റെ മോനാന്ന്.
യേശു തിരിഞ്ഞു വയ്ക്കും ശിഷ്യന്മാർ, നിങ്ങൾ എന്ത് പറയുന്നത് എന്നെ കുറിച്ച്? അപ്പോഴാണ് പത്രോസിന് ഫസ്റ്റ് റെവലേഷൻ പത്രോസിന് കിട്ടുന്നത്. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ചാടിക്ക് ബിഫോർ ഹിസ് മൈൻഡ് കുഡ് പ്രോസസ്. അതുവരെ നമുക്കറിയാം പത്രോസിനെ എല്ലാത്തിനും ചാടി കയറി ഉത്തരം പറയുന്ന പത്രോസ്, ഏതിനും ചാടി കയറി പറയും. പത്രോസിന് ഡയറക്റ്റ് വെളിപ്പാട് ദൈവം ആത്മാവിൽ. അതപ്പോ യേശു പറയുന്നു, ഇത് പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്ന സത്യമാണ്. അതാണ് സത്യം, അതാണ് റെവലേഷൻ. അതിന്മേലാണ് എന്റെ സഭയിൽ ഞാൻ പഠിക്കുന്നത്. ആ റെവലേഷൻ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഈ യേശു ആരാ? Who really is Jesus? And who is this Jesus for me? എന്റെ ദൈവമക്കളെ, ഈ ദൈവരാജ്യത്തിലെ റിലേഷൻഷിപ്പിലേക്ക് ഞാനും നിങ്ങളും നടണം. ഈ ബന്ധത്തിലേക്ക് എനിക്ക് അറിയണം ഈ ദൈവം റിയലി ആരാന്നും എനിക്ക് എന്റെ സാഹചര്യത്തിൽ ദൈവം എനിക്ക് ടു ബ്രിങ് ഇറ്റ് മോർ റിലേഷനായിട്ട് കൊണ്ടുവരണം. ഈ ദൈവം എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക്. ഈ രണ്ട് മേഖലയിൽ ഞാനും നിങ്ങളൊന്നും വളരേണ്ടി വരും. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഈ പണിയെല്ലാം വരും. സോ ഈ ലേണിംഗ് ഈസ് ഓൾവേസ് എ പ്രോസസ്. പ്രോസസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. പലവിധ സ്റ്റെപ്പുകളായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കും. പക്ഷെ നമുക്കെല്ലാം ഒരു പ്രശ്നമുള്ളത് അറിയാം, നമുക്ക് ഈ പ്രശ്നത്തിനകത്തോടൊന്നും പോകാൻ വയ്യ. ഇസ്രായേൽ മക്കളെ ദൈവം വാഗ്ദത്തം കൊടുത്തു, 430 വർഷത്തിന് ശേഷം നിങ്ങളെ കനാൻ ദേശത്ത് നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ അവർക്കൊരു യാത്രയുണ്ടായിരുന്നു, മരുഭൂമിയിൽ കൂടെ ഒരു യാത്രയുണ്ടായിരുന്നു. 11 ദിവസം എടുക്കുന്ന യാത്ര 40 വർഷം എടുത്തു. കാരണം എന്നാ? അവരുടെ മനസ്സും കാഴ്ചപ്പാടും ഒന്നും ആ പഴയ ബോണ്ടേജ് ആണ്, സ്ലേവ് മെന്റാലിറ്റിയാണ്. കാരണം കനാൻ ദേശത്ത് ചെല്ലാൻ അവിടെ യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്, മല്ലന്മാരുണ്ട്. ഇവരുടെ മനസ്സും ഹൃദയം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ അവർ തയ്യാറല്ലായിരുന്നു. കാരണം അവിടെ ചെന്ന് അവർ തിരിച്ചു ഓടും. സോ ഗോഡ് ഹാഡ് ടു പ്രിപ്പയർ എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിലായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒരു പോരാട്ടമുണ്ട്. ബാറ്റിൽ, നമുക്കൊരു യുദ്ധമുണ്ട്. ഈ യുദ്ധം നമ്മുടെ ജഡരക്തങ്ങളോടല്ല, സഹോദരി സഹോദരങ്ങളോടല്ല. അതാ മനസ്സിലാക്കേണ്ടേ. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഒന്നും ഈ പ്രോസസ്സിൽ കൂടെ പോകാൻ തയ്യാറായി. കാരണം നമുക്ക് എപ്പോഴും ക്വിക്ക് റിമോട്ട് കൺട്രോൾ ഞെക്കിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. യു വാണ്ട് ടു മൂവ് ഫ്രം ദിസ് പ്ലേസ് ടു ദാറ്റ് പ്ലേസ് without any trouble, without any pain. No. God is not a magician. God will not do magic. അതൊരു സൂപ്പർ നാച്ചുറൽ അല്ല. God will always take you to the process. കാരണം എന്നാണെന്നറിയോ? എന്ത് നിങ്ങൾ പഠിക്കുന്നോ അത് നിങ്ങളുടെ ജീവിത ശൈലിയായി മാറാൻ വേണ്ടി. അപ്പൊ ദൈവരാജ്യത്തിലെ ലേണിംഗ് is always slow, and ദൈവരാജ്യത്തിലെ ലേണിംഗ് is always step by step. ഒരു സത്യം നിങ്ങൾ എടുക്കണം, ആ സത്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി നിങ്ങളുടെ ജീവിത ശൈലിയാകുമ്പോൾ നിങ്ങൾ ആ സത്യത്തിൽ ജീവിക്കാൻ പഠിക്കും. നമുക്കല്ലേ ഒരു വിഷയമുള്ളതെന്നറിയുന്നത്, പ്രോബ്ലം എന്നറിയാം, എവറി ഇഷ്യൂ ആസ് എ ബാറ്റിൽ. ഏത് ഇഷ്യൂ എടുത്തോട്ടെ അതിന് ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധം എന്ന് പറയുന്നത് ഒന്ന് ടു ഗെറ്റ് ഫ്രീ, സ്വാതന്ത്ര്യം ആകാനും ആ രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാനും. നമുക്കറിയാം പല മേഖലകളിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ 3 മാസം 4 മാസം കഴിയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ തുടരാൻ എനിക്ക് നിങ്ങൾക്കും പറ്റാതെ തിരിച്ച് നമ്മൾ പിന്നെയും പോകും. God doesn't want that to happen. ദൈവരാജ്യം അങ്ങനെയല്ല. Always pick one truth. ഒരു സത്യം എടുത്ത് ആ സത്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് നിങ്ങളുടെ ജീവിത ശൈലിയാകുമ്പോൾ God moves and helps you, the Holy Spirit helps you to take another truth and start building. ദൈവരാജ്യം എപ്പോഴും ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആണ്, one truth at a time. ഓരോന്നും സ്ലോ ലേണിംഗ് ആണ്. ഒരു സത്യം അതിന്റെ മേൽ അടുത്ത സത്യം, ക്രിസ്തു എന്ന അടിസ്ഥാന മൂലക്കല്ലിന്മേൽ ഓരോ സത്യങ്ങളും വെച്ചായിരുന്നു നിങ്ങളെ പണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണുന്നത്, നമുക്കൊരു ദിവസമോ അല്ല ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം നമ്മൾ എന്തുമാത്രം മെസ്സേജസ് ആണ് നമ്മൾ കേൾക്കുന്നത്. ഈ മെസ്സേജസ് ഒക്കെ നമ്മൾ അതിനകത്ത് ജീവിക്കാൻ തുടങ്ങി നമ്മളൊക്കെ എപ്പോഴേ അപ്പോസ്തലന്മാരായിപ്പോയി.
പക്ഷെ കാരണം എന്നാണെന്നറിയാം, ഇന്നൊരു സത്യം കേൾക്കും, നാളെ വേറെ ഒന്നും കേൾക്കും, ഇത് പ്രോസസ് ചെയ്യുന്ന മുമ്പ് അടുത്ത സത്യം കേൾക്കും, അതിനായിട്ട് ഇതിന്റെ പുറകെ പോകും, വേറൊന്നും കേൾക്കും. ഒരു വർഷം ഒരു 300-400 മെസ്സേജസ് മിനിമം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും പ്രോസസ് ചെയ്ത് അത് ഒരു സത്യം എടുത്ത് അത് ജീവിത ശൈലിയായി അതിൽ വളരുവാനും അത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിത ശൈലിയാകാനും നമുക്ക് പ്രോസസ് ചെയ്യുക നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ ഞാൻ കേട്ടു. ദൈവരാജ്യം എപ്പോഴും അങ്ങനല്ല. You have to understand it with your heart. 13 മത്തായിയുടെ സുവിശേഷം 13:43. I am not very definite about it. The word of the kingdom, when it comes to you, if you don't understand it, നിങ്ങൾ അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ, അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് സാത്താൻ എടുത്ത് കുത്തിക്കൊണ്ടങ്ങ് പോകുന്നവൻ നിലനിൽക്കത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ദൈവരാജ്യത്തിൽ വളർച്ചയിൽ മുന്നോട്ട് പോകാത്ത? We have to take one truth at a time. അത് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങളുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവന്നിട്ട് then you go for the next truth. അതുകൊണ്ടാണ് kingdom learning is always slow learning. എപ്പോഴും നമുക്ക് കേൾക്കാമല്ലോ, യേശു സുവിശേഷങ്ങളെല്ലാം നോക്കി ഏകദേശം ഒരു 710 ഭാഷ ഡു നോട്ട് ഫിയർ, ഡു നോട്ട് ഫിയർ, ഡു നോട്ട് ഫിയർ അല്ലേ? എപ്പോഴൊക്കെ വരുമ്പോഴും ഡു നോട്ട് ഫിയർ, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. എന്തുകൊണ്ടാണ്? ലോകത്തിലായിരിക്കും, ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു നിങ്ങൾ ആയിരുന്നപ്പോൾ അവിടെ ഭയമായിരുന്നു. ഭയത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. സോ he delivered you out and brought you into the son of his love in rest. ആ സ്വസ്ഥതയും റെസ്റ്റും പീസിലുമേ ദൈവരാജ്യത്തിന്റെ മാർഗീയ സത്യങ്ങൾ പഠിക്കാൻ പറ്റും. That's why he took you out of this world, brought you into the kingdom. ദൈവരാജ്യത്തിന്റെ മാർഗീയ സത്യങ്ങൾ you can learn from a place of rest in Jesus. അതുകൊണ്ടാണ് യേശു പറഞ്ഞ എന്റെ അടുക്കൽ വാ, എന്റെ സ്വസ്ഥത പ്രവേശിക്കുക. And learn from that place. ആ സ്വസ്ഥതയിൽ നിങ്ങൾ പഠിപ്പിക്കും. അല്ലെങ്കിൽ സ്ട്രെസ് ഒരിക്കലും നമ്മുടെ ദൈവരാജ്യത്തിന്റെ മാർഗീയ സത്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. So always start from a place of who is Jesus in you. ഏത് ഇഷ്യൂ നമ്മുടെ മുന്നേ വരുമ്പോൾ ഇവിടുന്ന് വേണം തുടങ്ങാൻ. യേശു എനിക്ക് ആര്? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ എന്റെ ഉള്ളിലിരിക്കുന്ന യേശുവിന്റെ കണ്ണിൽ കൂടെ കാണണം. Don't start from a place of where who you are not. അവിടുന്നല്ല. Always ഏത് ഇഷ്യൂ ആയിക്കോട്ടെ അതിൽ നമ്മൾ കാണേണ്ടത് who is Jesus, who I am in Jesus in this situation. യേശു എനിക്കാരാണ്, ഞാൻ യേശുവിനാണ്. അവിടുന്ന് വേണം ഈ ബന്ധത്തിൽ വേണം തുടങ്ങാൻ. Because that's the key that unlocks all the relational learning. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്രിസ്തുവിലാന്ന് പറയുമ്പോഴും നമ്മളെ ദൈവം ആത്മാവിൽ ഒരു സ്പേസിലേക്കാണ് കൊണ്ടുവന്നത്. നമുക്കെല്ലാം അറിയാം ഗോഡ് ഈസ് എ സ്പിരിറ്റ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സ്പിരിറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ആ ത്രിയേക ദൈവത്തിന്റെ ആത്മാവ് ആയിരിക്കുന്ന ആ സ്പിരിറ്റിന്റെ ഒരു സ്പേസിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കും. നിങ്ങൾ ആലോചിച്ച് എന്നെ നിങ്ങൾ വെച്ചിരിക്കുന്ന പ്ലേസ് നോക്കിക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂവരുടെ നടുവിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. എന്തിനാ? ആ സ്നേഹ ബന്ധത്തിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുവരാൻ. സോ യു ആർ ഓൾറെഡി അക്സെപ്റ്റഡ് ആൻഡ് യു ആർ ഓൾറെഡി ദ ബിലവഡ് ഓഫ് ഗോഡ്. എവരിതിങ് അവിടുന്ന് വേണം തുടങ്ങാൻ. ഇതൊന്നും എന്റെയോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല. യെസ്, done everything for you. എന്നിട്ട് അതിലേക്ക് കൊണ്ടുപോകും. ആ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി പാലിച്ച് എന്നെ നിങ്ങളെയും ഇതിനകത്തോട്ടാണ് വീണ്ടും ജനിപ്പിച്ച് ആ സ്പിരിറ്റിലെ സ്പേസിലേക്കാണ് കൊണ്ടുവച്ചത്. അപ്പൊ നമ്മളിപ്പോ എപ്പോഴും പുറമേ കാണുന്നത്. അകമേ മനുഷ്യനെ കൂടെ വേണം സാഹചര്യങ്ങളെല്ലാം കാണാം. കാരണം ദാറ്റ്സ് വേർ യുവർ ട്രൂ ഐഡന്റിറ്റി. അതാണ് നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ. ഡേവിഡ് അരിക്കലിനാണെങ്കിൽ യഥാർത്ഥ ഡേവിഡ് അരിക്കലിന് ഇരിക്കുന്നത് അകത്തെ മനുഷ്യനകത്താണ്. ദാറ്റ്സ് ദ ട്രൂ യു. അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അതിൽ നിന്ന് വേണം. ദൈവം എപ്പോഴും നിങ്ങളുടെ ഐഡന്റിറ്റിയെ ബിൽഡ് ചെയ്യും. നിങ്ങളുടെ കുറ്റമല്ല ദൈവം കാണുന്നത്. He doesn't deal a negative with a negative.
നെഗറ്റീവ് ഉണ്ടായിരുന്ന എന്നെ ആ നെഗറ്റീവ് മുഴുവൻ ക്രൂശിലിട്ട് മരിപ്പിച്ചു. ഒരു ഉദാഹരണത്തിന്, ഇഫ് ഐ സീ സംതിങ് റോങ് ഇൻ അരിക്കൽ ആൻഡ് ഇഫ് ഐ എം നെയിലിംഗ് യു ഓൺ ദാറ്റ്, ഞാൻ അത് വിളിച്ച് പറയുകയാണെങ്കിൽ വാട്ട് ഐ എം ഡൂയിങ് ദ വർക്ക് ഓഫ് ദ അക്യൂസർ ഓഫ് ദ ബ്രദർ. പിശാചിന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അതേസമയം അരിക്കലിനെ ഞാൻ കാണുന്നു, ഇഫ് ഐ സീ സംതിങ് റോങ് ഇൻ ഇറ്റ്, ഞാൻ ഡേവിഡ് അരിക്കലിനോട് പറഞ്ഞു, നിങ്ങൾ അതല്ല, അത് പഴയ മനുഷ്യനാണ്, അത് മരിച്ചതാണ്, നിങ്ങൾ ക്രിസ്തു ഈ വ്യക്തിയാണ്. സോ യു ഡു ദാറ്റ്, യു സീ ഹു യു ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ദെൻ യു ബിഹേവ് അക്കോർഡിംഗ്ലി. അങ്ങനെ വളർച്ച. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന മുഴുവൻ നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിനേക്കാ സംസാരിക്കും. ദ ന്യൂ യു, ദ ട്രൂ യു, യഥാർത്ഥ നിങ്ങൾ അതാണ്, അതിലേക്കാണ് സംസാരിക്കുന്നത്. അതിലേക്ക് സംസാരിക്കും തോറും നിങ്ങൾക്ക് ജീവൻ വരും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരും, നിങ്ങളുടെ വ്യക്തിത്വം വളരാൻ തുടങ്ങും, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. ബാക്കി ഒന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരത്തില്ല. ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് വിടുതലും വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, that is not from the Holy Spirit. When the Holy Spirit comes, there is always freedom. അങ്ങനെ നമ്മൾ ഇതെല്ലാം തിരിച്ചറിയും. നമ്മള് ഇതിന്റെ അധികാരത്തെ നമ്മളെ വിടുവിച്ചു, ദൈവരാജ്യത്തിലാക്കി. സോ വി ആർ കിങ്ഡം പീപ്പിൾ ഗ്രോയിങ് അപ്പ് ഇൻ ദിസ് വേൾഡ്. ലോകത്തിൽ തന്നെ എന്നെ നിങ്ങളെ വെച്ചേക്കുന്നത് അത് മനസ്സിലാക്കണം. കാരണം വി ഹാവ് ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ. ദൈവത്തിൽ നിന്നെല്ലാം ഞാൻ സ്വീകരിക്കും. ഐ റിസീവ് ദ ലവ് ഫ്രം ഗോഡ്, ഫ്രം ദ ഫാദർ ടു ദ ജീസസ്. അപ്പൊ നിങ്ങളെ യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിലാക്കണം. അതിന്റെ ആ വലിയൊരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ദ ഹോൾ ഓഫ് ഹെവൻ is attracted to the Jesus in you. Whole സ്വർഗം മുഴുവൻ is attracted to the Jesus in you like a magnet. അതുകൊണ്ടാണ് വചനം പറയുന്നത്, for all the promises of God is yes and amen in Christ. And you are growing up in that. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ receive that love. അപ്പൊ നമ്മുടെ സ്നേഹം നമ്മൾ പഠിക്കുമ്പോൾ സ്നേഹത്തിന് ഒരുപാട് വിവിധ മൾട്ടി ഡയമെൻഷനിലാണ്. ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ്, ഡെപ്ത് എല്ലാം ഉണ്ട്. അതൊക്കെ ഒരു അനദർ ലെവലിലേക്ക് പോകുമ്പോഴാണ്. റിസീവ് ദാറ്റ് ലവ് എവറി ഡേ. എല്ലാ ദിവസവും റിസീവ് ദാറ്റ് അഗാപ്പെ. കാരണം എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് അഗാപ്പെ ലവ് അല്ല, അത് ഈറോസ് ലവ്. ആ ലവിന് കൊടുക്കവാങ്ങലുണ്ട്. ഇപ്പൊ ഡേവിഡ് അരക്കൽ എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് അങ്ങോട്ടുണ്ട്. ഇപ്പൊ എന്നോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഇതായിരുന്നു നമ്മുടെ പഴയ. പക്ഷെ അങ്ങനെയല്ല ദൈവം നമ്മളെ കണ്ടത്. ശത്രുക്കളായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച അതാണ് അഗാപ്പെ. അപ്പൊ അതാ ക്രൂശൻ ദൈവം കാണിച്ചു. അപ്പൊ ആ സ്നേഹം ഞാൻ റിസീവ് ചെയ്യണം ദിവസവും. റിസീവ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു റിസീവ് എ ഡബിൾ പോർഷൻ ഓഫ് ലവ്. എന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ദൈവം നിങ്ങളുടെ മുന്നേ കൊണ്ടുവരുമ്പോൾ അവരെ സ്നേഹിക്കാൻ വേണ്ടി. അടുത്ത ചോദ്യം വരും, എന്തിനാ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ദൈവം മുന്നേ കൊണ്ടുവരുന്നത്? അല്ലാതെ നിങ്ങൾ എങ്ങനെ ഈ സ്നേഹത്തിൽ വളരും? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ how will you grow in that love? അപ്പൊ നിങ്ങളുടെ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി വരുമ്പോഴേ മനസ്സിലാക്കിക്കോ, ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. എന്തിന്? എന്റെ ഉള്ളിലെ സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ ദൈവം അനുവദിച്ചതാണെന്ന് ഒറ്റ. It's how we learn things. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രാക്ടീസ് ദൈവം അനുഭവിക്കും. നമ്മളെല്ലാം ലോകത്തുണ്ടായിരുന്നു, നമ്മളെല്ലാം എന്ത് കേട്ടാൽ ഉടനെ പ്രതികരിക്കുന്നവരായിരുന്നു. പക്ഷെ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. പ്രതികരണം മാറി റെസ്പോൺസ് ടു ദ ട്രൂത്ത്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ മുന്നേ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ പ്രത്യക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം ലോകപ്രകാരമുള്ള ചിന്ത നമ്മുടെ പൊങ്ങി വരും. ഉടനെ നമ്മൾ ആ വ്യക്തിയെ നമ്മളോട് എങ്ങനെ നമ്മളോട് നമ്മളോട് സംസാരിച്ചു അതിനെ ഇരട്ടി നമ്മളത് പ്രതികരിക്കും. പ്രതികരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, ഞാൻ ദൈവരാജ്യത്തിൽ ഓർത്തില്ല, പിന്നെ മാനസാന്തരപ്പെട്ട് തിരിച്ചു. ആ ജീവിത ശൈലിയിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയെ മുന്നേ വരുമ്പോഴേ മനസ്സിലാക്കിക്കോണം, ഇത് ദൈവം അനുവദിച്ചത് എന്തിനാ? എന്നെ പുത്രന്റെ തകവോളം കൂടെ. ഐ എം നോട്ട് സപ്പോസ് ടു റിയാക്ട്, ബട്ട് ഐ എം സപ്പോസ് ടു റെസ്പോണ്ട് ടു ദ ട്രൂത്ത്. ആ വ്യക്തി വന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും ഒരു കുറ്റമായിരിക്കും പറഞ്ഞത്. അപ്പൊ ഒരു വ്യക്തി വന്ന് എന്റെ ഉള്ളിലെ കുറ്റം പറയുമ്പോൾ
ആ വ്യക്തിയുടെ ബിഹേവിയറോ ആ വ്യക്തിയുടെ സംസാരം നോക്കിയിട്ടല്ല ഞാൻ സ്നേഹിക്കേണ്ടത്. ഞാന് ക്രിസ്തുവിൽ ആരാന്ന് വേണം പ്രതികരിക്കാൻ. എന്ന് വെച്ചാൽ ആ വ്യക്തി വന്ന് പറയും, നമ്മളെ ദേഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ പറയും, നീ എന്നെ ദേഷ്യപ്പെടുത്തി. അതാണ് നമ്മുടെ ആദ്യത്തെ പറയും, യു മേഡ് മീ ആംഗ്രി. നമ്മുടെ ഉള്ള പ്രതികരണം. നോ, he or she did not made you angry. You choose to be angry. നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ദേഷ്യപ്പെടാൻ നിങ്ങളെ തെരഞ്ഞെടുപ്പാ, നിങ്ങൾ തെരഞ്ഞെടുപ്പ്. അതേസമയം you could choose love. അപ്പോ ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം മുന്നേ വരുമ്പോ മനസ്സിലാക്കിക്കോണം, അതിനോട് കൂടെ there is an opposite spirit attached to it. ദേഷ്യം വരുന്നിടത്ത് ദേഷ്യത്തിന്റെ സ്പിരിറ്റിനെ കാണാതെ ഓപ്പോസിറ്റ് സ്പിരിറ്റായ ലവിനെ കണ്ട് അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ റെസ്പോണ്ടിങ് ടു ദ ട്രൂത്ത്. ഇതൊരു ലേണിംഗ് ആണ്. ലോകപ്രകാരമുള്ള വഴികളുണ്ട്, ദൈവരാജ്യത്തിന്റെ വഴികളിലേക്ക് എന്ന് വെച്ചാൽ കാഴ്ച, ചിന്ത, സംസാരം, പ്രതികരണം, ഇത് നാലും മാറുമ്പോൾ യു ബി ഗ്രോയിങ് ദ കിങ്ഡം ആൻഡ് യു വിൽ ബി സീയിങ് ദ സിറ്റുവേഷൻ ത്രൂ ദി ഐസ് ഓഫ് ജീസസ്. ഇതിനു വേണ്ടിയാണ് ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് തന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തിലാക്കിയത്. എന്തിനാ? ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രതികരണവും വളർന്ന് വളർന്ന് പുത്രന്റെ തികവും. ഇന്നൊരു സ്ക്രിപ്ചറെ എടുത്തുള്ളൂ. നെക്സ്റ്റ് ഡേ വിൽ ഗോ വിത്ത് ദി അതർ. കംപ്ലീറ്റ്നെസ് നടത്തപ്പെടാൻ നമുക്ക് പരിശീലിപ്പിക്കപ്പെടുന്ന ആ ഒരു ടീച്ചിങ്ങിലേക്ക് വരാം. യു പിക്ക് വൺ ട്രൂത്ത് ആൻഡ് ബി ട്രൂ ടു ഇറ്റ്. ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ പരിശീലനത്തിൽ കൂടെ ഇത് എന്റെയും നിങ്ങളുടെയും നേച്ചറായി മാറും. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാള് നിങ്ങളെ മുന്നേ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അത് പ്രതികരിച്ചു പോകും. ശരിയാണ്. യേശു അല്ലെങ്കിൽ പിതാവായ ദൈവം ഇതേ പ്രതികരണം നിങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ എന്തോ ഇത് നമുക്ക് വല്ല രക്ഷയുണ്ടായിരുന്നു? ശത്രുക്കളായിരുന്നപ്പോ നമ്മളെ സ്നേഹിച്ച ആ യേശു എന്ന് പറഞ്ഞ് നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുവിൻ. തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ. കാരണം ഇത് വ്യക്തമായിട്ട് ക്രൂശിൽ കാണിച്ചു. എന്നിട്ട് ആ നേച്ചറിനെ ദാനമായി എനിക്ക് തരിക. ലോകപ്രകാരം ഞാൻ പ്രതികരിച്ചിരുന്ന ഞാൻ ഇനിയും പരിശീലനം നടക്കുമ്പോൾ നിങ്ങളുടെ മുന്നില് ഒരു ദേഷ്യപ്പെടുന്ന വ്യക്തി വരുമ്പോൾ അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരണം, എന്ത്? ദൈവരാജ്യത്തിലെ ഒരു പരിശീലനമാണ്. പ്രതികരിക്കുകയല്ല, റിയാക്ട് ചെയ്യാനല്ല, റെസ്പോണ്ട് ചെയ്യാനാണ് ഈ സാഹചര്യം അനുവദിച്ചിരിക്കുന്ന ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തി കൊണ്ടുവരുന്ന അതിന്റെ ഓപ്പോസിറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നിങ്ങൾ നയിക്കും. ദേഷ്യം വരുന്നിടത്ത് ദേഷ്യത്തിന്റെ കൂടെ ഒരു സ്നേഹം എന്ന ഫലം ദൈവം വെച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ്. ആ ഫ്രീഡം നിങ്ങൾക്കാണ്. യു ക്യാൻ ചൂസ്. The power of choosing is there. അപ്പൊ നിങ്ങള് പ്രതികരിക്കാതെ സ്നേഹം എന്ന ഫലത്തെ എടുത്ത്, മീൻസ് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കുകയല്ല. യു ആർ നോട്ട് റിയാക്ടിങ് ബട്ട് റെസ്പോണ്ടിങ്. അങ്ങനെ നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടുമ്പോൾ ഇത് വളരാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ നേച്ചറാകുമ്പോൾ ഒരു സമയം വരുമ്പോൾ നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. ഇത് ഒരു പരിശീലനമാണ്. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രതികരിക്കും, പിന്നെ നമ്മൾ മാനസാന്തരപ്പെടും. എന്ന് വെച്ചാൽ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കും. നമ്മൾ കട്ട ഉരുട്ടി ഇങ്ങനെ മേലോട്ട് പോകും. 95 വരും, ഒരു പാമ്പ് വീഴും, തിരിച്ച് ഒന്നേലോട്ട് വരും, പിന്നെ ഉരുട്ടാം. ദാറ്റ് ഈസ് നോട്ട് കിങ്ഡം ലേണിംഗ്. കിങ്ഡം ലേണിംഗ് ഈസ് ഓൾവേസ് സ്ലോ ലേണിംഗ്. ഒരു സത്യം എടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ജീവിത ശൈലിയായി മാറിക്കളയുമ്പോൾ അടുത്ത സത്യം എടുക്കുക. അപ്പൊ ഇതിന് സാഹചര്യങ്ങൾ വരണം. ഈ സ്നേഹത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്, ഡെപ്തുണ്ട്. ഇതൊക്കെ പഠിക്കുന്നത് ഓരോ സാഹചര്യത്തെക്കുറിച്ച്. ചിലപ്പോ വീട്ടിൽ ദേഷ്യപ്പെടുന്ന ഭാര്യയായിരിക്കും, അല്ലെ ദേഷ്യപ്പെടുന്ന ഭർത്താവായിരിക്കും. അപ്പോഴും മനസ്സിലാക്കിക്കോളാം, ദൈവം ഈ വ്യക്തിയെ, ഈ ഭർത്താവിനെയോ ഈ ഭാര്യയോ എന്റെ ജീവിതത്തിൽ തന്നേക്കുന്ന എന്തിനാ? ഗ്രേസ് ഗ്രോവേഴ്സ്. സ്നേഹം വളർത്താനാ, സ്നേഹം എന്ന പല പക്വതയെ കൊണ്ടുവരാനാ. ഇതെന്ന് കണ്ടാച്ചാൽ മതി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വരുമ്പോൾ things begin to change.